എൻ്റെ പേര് സ്റ്റെല്ല. എൻ്റെ ഹസ്ബൻഡ് കേണൽ മോഹൻദാസൻ. ഞാൻ ഇവിടെ വരാൻ കാരണം ആക്ച്വലി ഞാൻ ഈ വഴിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ഈ ബിൽഡിങ്ങിനെ കുറിച്ച് കണ്ടിട്ടുണ്ട്. പേരൊക്കെ ഞാൻ എപ്പോഴും വായിക്കാറുണ്ട്. പിന്നെ ഇവിടുത്തെ ആംബിയൻസും ബിൽഡിങ്ങിൻ്റെ ലുക്ക് എല്ലാം എന്നെ ഒരു അട്രാക്റ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കൂടാതെ ഞങ്ങളുടെ 2 ഫ്രണ്ട്സ് ഇവിടെ അഡ്മിറ്റ് ആയിട്ടുണ്ടായിരുന്നു. കേണൽ അനിൽകുമാർ പിന്നെ കേണൽ ശ്രീധരൻ്റെ ഭാര്യ ഇവിടെ അഡ്മിറ്റായിരുന്നു. അങ്ങനെ അവരുടെ കൂടെയൊക്കെ ഞാൻ ഇത് അറിഞ്ഞു, ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റ് വിവരമൊക്കെ. അപ്പോൾ അങ്ങനെ ഞാൻ നേരത്തെ ഒരിക്കൽ ഇവിടെ അഡ്മിറ്റ് ആയിട്ടുണ്ടായിരുന്നു. അത് ഒരു 4-5 വർഷം മുമ്പെയാണ്. അന്ന് എനിക്ക് നല്ല സുഖമായിരുന്നു. പോയി കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ഇടയ്ക്ക് വെച്ച് എൻ്റെ ഹെൽത്ത് കണ്ടീഷൻ വളരെ മോശമായി. എനിക്ക് ഒരു സ്ട്രോക്കിൻ്റെ ഒരു ഉണ്ടായി. 2-3 ദിവസം ഇവിടെ മൈത്രയിൽ അഡ്മിറ്റായിരുന്നു. അവിടെ നിന്ന് വന്നിട്ട് പിന്നെ എനിക്ക് ബാക്ക് ഏക്ക് ഉണ്ടായി 4 ദിവസം കഴിഞ്ഞപ്പോൾ. അങ്ങനെയാണ് പിന്നെ ഇതിനെക്കുറിച്ച് ഓർത്തത്. പിന്നെ ഇവിടെ വന്നിട്ട് എനിക്ക് ഡോക്ടറെയൊക്കെ നേരത്തെ അറിയാം, ചില സ്റ്റാഫുകളെയൊക്കെ നേരത്തെ അറിയാം എന്നുള്ളതുകൊണ്ട് എനിക്ക് വളരെ പരിചിതമായിട്ടുള്ള ഒരു സ്ഥലമായതുകൊണ്ട് എനിക്ക് വളരെ സന്തോഷം തോന്നി. പിന്നെ ഇവിടുത്തെ സ്റ്റേ എന്ന് വെച്ചാൽ വളരെ കംഫർട്ടബിളായിട്ടുള്ള റൂം, സ്പേഷ്യസ് ബാത്റൂം ആണെങ്കിലും നല്ല വിശാലമായിട്ടുള്ള വലിയ ബാത്റൂം, നല്ല വൃത്തിയൊക്കെ ഉള്ളതാണ്. അത് പിന്നെ വെളിയിലൊക്കെ പോയി നമുക്ക് ഇരിക്കണമെങ്കിലും ഇവിടെ റൂമിൻ്റെ തൊട്ടടുത്ത് തന്നെ വലിയൊരു ഹാളുണ്ട്. അതിൽ പോയിരിക്കാം, തുറന്ന സ്ഥലമാണ്. അപ്പോൾ റോഡിൽ പോകുന്നതൊക്കെ കാണാം. അത് നല്ലൊരു ഫീല് തരും നമുക്ക്, ഒരു പോസിറ്റീവ് എനർജിയാണ്. പിന്നെ നല്ല കാറ്റും വെളിച്ചമുണ്ട്. പിന്നെ ഇവിടെയുള്ള സ്റ്റാഫൊക്കെ ആണെങ്കിൽ വളരെ സ്നേഹമുള്ളവരാണ്. അതേടെ അപ്രോച്ചൊക്കെ വളരെ സ്നേഹത്തോടു കൂടിയുള്ള ഒരു വീട്ടിലെ ഒരംഗം പോലെ തോന്നും. കൂടാതെ ഡോക്ടേഴ്സും അങ്ങനെ, എസ്പെഷ്യലി നമ്മുടെ മെയിൻ ഡോക്ടർ, അവരുടെ അസിസ്റ്റൻസ് എല്ലാവരും വളരെ സുപരിചിതമായിട്ടുള്ളവരെ പോലെയാണ്. ഡോക്ടറെ ഞാൻ നേരത്തെ അറിയും, പക്ഷെ ബാക്കിയുള്ളവരും എല്ലാവരും വളരെ ഫ്രണ്ട്ലിയാണ്. നമുക്ക് ഒരു അപ്രോച്ചബിൾ ടൈപ്പാണ്. വളരെ സ്നേഹത്തോടെ സോഫ്റ്റായിട്ട് സംസാരിക്കുന്നവരാണ്. ട്രീറ്റ്മെൻ്റ് ആണെങ്കിൽ ഞാൻ 14-ാം തീയതി വന്നതാണ് കഴിഞ്ഞ മാസം. അന്ന് തന്നെ എൻ്റെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ടായി. ദിവസം തന്നെ നസ്യം ഉണ്ടായിരുന്നു. പിന്നെ ആദ്യം ഒരു ശിരോധാരയല്ല, ശരീരത്തിൻ്റെ ധാരയായിരുന്നു. പിന്നെ പൊടിക്കിഴി. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ നസ്യം അങ്ങ് നിർത്തിയിട്ടില്ല. എനിക്ക് വരുമ്പോൾ ഈ എൻ്റെ അപ്പർ ചീക്കും എൻ്റെ ഫോർഹെഡൊക്കെ ഭയങ്കര വേദനയായിരുന്നു. ലെഫ്റ്റ് സൈഡ് എൻ്റെ ചീക്ക് ഇങ്ങനെ നേസൽ ഏരിയ പൂർണ്ണമായിട്ടും ബ്ലോക്കായിരുന്നു. മരുന്നൊന്നും അങ്ങോട്ട് പോകത്തില്ല. മരുന്നൊഴിക്കുമ്പോൾ തൊടാൻ വയ്യാത്ത വിധത്തിലുള്ള വേദനയായിരുന്നു. ഇപ്പോൾ അത് ആ ബ്ലോക്ക് ക്ലിയറായി. ആ ബ്ലോക്ക് ക്ലിയർ ആയപ്പോഴത്തേക്ക് തന്നെ എനിക്ക് വേദന വളരെ കുറഞ്ഞു. പിന്നെ എൻ്റെ കഴുത്തിന് ഭയങ്കര വേദന, അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തിരിയാൻ പറ്റത്തില്ല, കുനിയാൻ പറ്റത്തില്ല, അങ്ങനെ ഒരവസ്ഥ. തലവേദന അത് ഇപ്പം മച്ച് ബെറ്റർ ആയിട്ടുണ്ട്. ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ തിരിയാൻ പറ്റും, പക്ഷേ പൂർണ്ണമായിട്ടില്ല. എന്നാലും പിന്നെ ഈ വലത് കൈ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് ഇങ്ങനെ പൊക്കാനൊന്നും പറ്റത്തില്ലായിരുന്നു. ഇത്രയൊക്കെ പറ്റുള്ളൂ. അത് ഭയങ്കര വേദനയായിരുന്നു. ഇപ്പോൾ വേദന ഉണ്ട്, എന്നാലും പൂർണ്ണമായിട്ട് പോയിട്ടില്ല. എങ്കിലും എനിക്ക് ഇത്രയും ഇങ്ങനെ കംപ്ലീറ്റ് ഇങ്ങനെ പൊക്കാനൊക്കെ കഴിയുന്നുണ്ട് കൈ. പിന്നെ നടുവിൻ്റെ വേദനയ്ക്കും വളരെ വ്യത്യാസമുണ്ട്. ആസ് എ ഹോൾ ഐ ഫീൽ മച്ച് ബെറ്റർ. ഞാൻ ഇവിടെ 21 days കിടന്നു. ഇന്ന് ഞാൻ ഡിസ്ചാർജ് പോവുകയാണ്. പക്ഷേ ദ ഹോൾ 21 days I felt very very comfortable and happy. വന്നപ്പോൾ വളരെ ഭയങ്കര തീരെ അവശതയിലായിരുന്നു. ഇപ്പോൾ എനിക്ക് ഒരു എനർജറ്റിക് ഫീലിംഗ് ഉണ്ട്, ഒരു ഇൻസൈഡ് ഒരു ഇന്നർ ഹാപ്പിനെസ് ഉണ്ട്. I feel very active. Thank you so much.